എങ്ങനെയുണ്ട്? ആങ്ങളുടെ മോള് ആകാശത്തുനിന്ന് പൊട്ടി വീണതാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? എന്നിട്ടിപ്പോ പിള്ളേർ 5 കൂടെ വന്ന് പരാതി പറഞ്ഞില്ലേ അവളെ പുകച്ച് പുറത്തിയടിക്കാൻ? അവർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ലെന്നാ പറയുന്നേ. പിള്ളേർ വന്ന് പറയുമ്പോൾ എന്റെ മനസ്സലിഞ്ഞു പോവും. എന്ത് ചെയ്യാനാ ചേച്ചിയുടെ ഉദ്ദേശം? എന്ത് ചെയ്യാന്? ഞാനൊരു പണി കൊടുക്കട്ടെ? വേണ്ട. നിന്നെ ഏൽപ്പിച്ചാ നീ ചിലപ്പോ അതിന്റെ ജീവൻ എടുക്കും. പുറത്തെവിടെങ്കിലും വെച്ച് കാണുമ്പം ഞാനൊന്ന് ഉപദേശിച്ചു നോക്കാം. ആരെ? ഡൽഹിക്കാരിയെ? എന്റെ ചേച്ചി, ഡൽഹിയിലെ ഉപദേശം എന്ന് പറയണ കാര്യമില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഇന്നാള് പേപ്പറിൽ വായിച്ചില്ലേ, മോളെ ഉപദേശിച്ചതിന് അച്ഛനെ കുത്തിക്കൊന്നൂന്ന്. പിള്ളേരുടെ താല്പര്യം മാത്രമല്ല, എനിക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ആഗ്രഹം. അല്ലെങ്കിൽ ഏട്ടന് കുഞ്ചിയമ്മയോട് കുറച്ച് താല്പര്യം കൂടും. അപ്പോ വേലു ആശാനെ കണ്ടേ പറ്റൂ. അതാരെ? മന്ത്രവാദി വേലു അണ്ണൻ. കുടുംബം കലക്കാൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്തില്ല. മന്ത്രവാദത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്നാ ശരി, 2 ദിവസം കൊണ്ട് ഇട്ടിച്ചിനെ മേരിച്ചേച്ചി ഞാൻ പിരിച്ചു തരട്ടെ? പറ്റും. വേലുവാശൻ തരുന്ന ഒരു പൊടി ഇട്ടിച്ചന്റെ അകത്തെങ്ങാനും ചെന്ന പിറ്റേ ദിവസം എഴുന്നേറ്റൊരു പോക്കാ, ടാറ്റയും പറഞ്ഞ്. വേണോ? വേണ്ട. എന്റെ ചേച്ചി, മന്ത്രവാദം നിസ്സാരമല്ല. പണി കൊടുത്താ കൊടുത്തതാ. ചേച്ചി എനിക്കിത് വിട്ടതാ. ഒറ്റ ദിവസം കൊണ്ട് അവളെ പടികെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്തപകടം? ഒന്നുമില്ല. ഇനിയിപ്പോ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വേലുവാശാന്റെ അടുത്ത് പോകും. കോവിലകത്ത് ഒരു പെണ്ണിനെ ഞാൻ വാഴിക്കില്ല. അതെന്റെ പ്രതിജ്ഞ. ഉഗ്രരൂപിണി പ്രസീദ 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 കാളി ഹൂളി ചാത്ത പ്രസീദ സംഹാര 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 സംഹാര. ഹും ഫട്ട് ഹും ഫട്ട് ഹും ഫട്ട്. സംഹാര സംഹാര സംഹാര. ആരെയാണോ ഓടിക്കേണ്ടത് ഒടുക്കേണ്ടത്, ഈ ധൂളി അയാളുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക. ഓ, ആദ്യം ചൊറിച്ചിലായിട്ടായിരിക്കും തുടങ്ങുക. അത് ഭ്രാന്ത് വരെ എത്താം. പിന്നെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും, സാധനങ്ങൾ നശിപ്പിക്കും. പിന്നെ ഇറങ്ങിപ്പോകും. അങ്ങനെ പോയ ഒരാൾ മടങ്ങി മടങ്ങി വരണമെങ്കിൽ എന്റെ അടുത്ത് തന്നെ വരണം. അതിന്റെ ആവശ്യമില്ല. മലയാളികളല്ലാത്തവർക്കും ഏൽക്കുമല്ലോ അല്ലേ? മന്ത്രവാദം ആഗോള പ്രതിഭാസമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതു തന്നെ എന്റെ പൂർവികർ ഇതുപോലെ കൊടുത്ത പൊടി ഭക്ഷിച്ചിട്ടാണ്. ആണോ? പക്ഷേ പുസ്തകത്തിലൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ പരമ്പരയ്ക്ക് പ്രശസ്തി ഇഷ്ടമല്ല. 24 എത്ര 24 മണിക്കൂറിനകം ഈ ധൂളി ഇരയുടെ വയറ്റിലെത്തിയിരിക്കണം. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ശരി.